നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ടി ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ നേതാവെന്ന വിമർശനം. കപ്പൂരിൽ നടന്ന പ്രാദേശിക കൺവെൻഷനിലാണ് CV ബാലചന്ദ്രന്റെ വിമർശനമുണ്ടായത്. നമ്മളങ്ങനെ രണ്ടായി പോകാൻ പാടില്ല. നമ്മളങ്ങനെ ഒന്നിച്ചു പോകേണ്ട ആളുകളാണ്. അങ്ങനെ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ് ഉള്ള സാഹചര്യത്തിൽ 1-ാം തീയതിക്ക് ശേഷം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം 1-ാം തീയതിക്ക് ശേഷം പിന്നെ ഏകപക്ഷീയമായി ഇൻഗാസിന്റെ പേരിൽ കുറേ ആളുകളെ ഈ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇൻഗാസിന്റെ പേരിലുള്ള കുട്ടികളുടെ അവാർഡ് വെച്ചപ്പോൾ സ്വാഭാവികമായും അതിന്റെ പേരിൽ വാശിയല്ലാതെ ഐക്യമുണ്ടാകും എന്ന് നമ്മളാരും കരുതുന്നുണ്ട്. ആ വാശിയുടെ അവസാനമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു കൺവെൻഷനിന്റെ സാഹചര്യം ഇവിടെ ഉണ്ടായത് എന്ന് ഞാൻ നിങ്ങളെ ആദ്യമായി ബോധ്യപ്പെടുത്തുകയാണ്. തൃത്താലയിലെ തോൽവിക്ക് കാരണം ടി ബൽറാമിന്റെ അഹംഭാവവും ധാർഷ്ട്യവും ധിക്കാരവുമാണെന്നും ധിക്കാരം തുടർന്നാൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. ഞാനാണ് വലുതെന്ന ഭാവം തൃത്താലയിൽ നടക്കില്ലെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തൃത്താലയിലെ പ്രവർത്തകർക്ക് അറിയാമെന്നും CV ബാലചന്ദ്രന്റെ മുന്നറിയിപ്പ്. പാർട്ടിക്ക് മേലെ വളരാൻ ശ്രമിച്ചാൽ പിടിച്ച് പുറത്തിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ മാത്രമാണെന്നും പാർട്ടി വളർത്താൻ ഇടപെടുന്നില്ലെന്നും CV ബാലചന്ദ്രൻ വിമർശിച്ചു. ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലേന്ന് നൂലിൽ കെട്ടിയിറക്കി ഇവിടെ വന്ന് MLA ആയി. ആരോടും ഒന്നും മിണ്ടില്ല, ആരെയും കണ്ടാലും മിണ്ടില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല. ഞാനാണ് വലുത് എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ നടക്കില്ല. അത് അവസാനിപ്പിച്ചേ എന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസ് ഉണ്ടാക്കി, അങ്ങനെ കപ്പൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ഉണ്ടായി. ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായി. പുറത്തിറങ്ങി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വിട്ടും തട്ടും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഒരു ചായപ്പിന്ന് കിട്ടാത്തൊരു കാലഘട്ടം ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് ഈ കോൺഗ്രസ് നമ്മുടെയൊക്കെ പ്രദേശത്ത് വളർന്നു വരുന്നതായിട്ടുള്ളത്. അപ്പൊ ആ കോൺഗ്രസ്സിൽ എന്തെങ്കിലും ചെയ്തിട്ട് വീടാകുമ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, ഒരു കുടുംബമാകും, ഒരു പാർട്ടിയാകുമ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാനാണ് വരുന്നത്, ഞാനാണെന്ന് വരുന്നത് അത് ഈ നാട്ടിൽ നടക്കില്ല. അത് അവസാനിപ്പിച്ച അടങ്ങുള്ളൂ ഈ വരുന്ന ദിവസങ്ങളിൽ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാസങ്ങളായി തൃത്താലയിൽ കോൺഗ്രസ് 2 തട്ടിലാണ്. ഇരുചേരിയായി തിരിഞ്ഞാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ A ഗ്രൂപ്പും ബൽറാമിനെതിരെ രംഗത്ത് വന്നിരുന്നു. LDF ഭരിക്കുന്ന കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നാരോപിച്ച് കൊപ്പത്ത് LDFന്റെ ബഹുജന കൂട്ടായ്മ വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയെ മറ്റും അനുമോദിക്കുകയും ചെയ്തു. ഡോക്ടർ P. സരിൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് LDFന്റെ നേതൃത്വത്തിൽ കൊപ്പത്തെ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് നിലവിലെ ഭരണസമിതിക്ക് UDF നടത്തുന്നതെന്നും ഇതിനെ പ്രതിരോധിക്കുവാനാണ് ബഹുജന കൂട്ടായ്മ ഒരുക്കിയതെന്നും LDF വ്യക്തമാക്കി. കൊപ്പം സെന്ററിൽ നടന്ന ബഹുജന കൂട്ടായ്മ ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നിനു ശേഷം കേന്ദ്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും ഒക്കെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ വന്നൊരു നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ മുഴുവൻ നേരത്തെ ഞാൻ കാണിച്ച 2 തട്ട് എന്നുള്ളതിനപ്പുറം ഒരു 3ാമത്തെ തട്ട് കൂടി വേണം. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനവും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ള നഗരപാലിക, നഗരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സംവിധാനവും ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കപ്പെടണമെന്നും അത് ഭരണനിർവഹണത്തിന്റെ 3ാമത്തെ നെടുന്തൂണായി മാറണമെന്നുമുള്ള കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ പുസ്തകത്തിലേക്ക് പുതുതായി എഴുതി ചേർത്തത്. ഭരണഘടനയിൽ അതിനുള്ള വകുപ്പുകൾ ഉണ്ടായത്. ആ അർത്ഥത്തിൽ ഈ വകുപ്പുകളെല്ലാം 93-94 കാലഘട്ടങ്ങളിലായി, അതായത് ഇന്നേക്ക് 30-32 വർഷങ്ങൾക്ക് മുന്നേ എഴുതി ചേർക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1995. അന്ന് മുതൽ ഇതാ 2025-ൽ 7ാമത്തെ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും A. സോമൻ അധ്യക്ഷനായിരുന്നു. CPM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, U. അജയകുമാർ, T. ഉണ്ണികൃഷ്ണൻ, P. സുന്ദരൻ, മോഹൻദാസ്, M. രാജൻ, K. ബീന,
മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ചടങ്ങിൽ അനുമോദിച്ചു. കൂടാതെ ഹരിതകർമ്മസേന അംഗങ്ങൾ, 100 ദിവസം പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ കലാമേളയിൽ പങ്കെടുത്ത് സമ്മാനം ലഭിച്ചവർ എന്നിവർക്കും ആദരം നൽകി. പുരസ്കാര നിറവിൽ വീണ്ടും കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ അവാർഡിന് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം അർഹമായി. 1 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. സംസ്ഥാന ആരോഗ്യവകുപ്പ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായ്കൽപ്പ് പുരസ്കാരത്തിനാണ് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഇത്തവണയും അർഹത നേടിയത്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന 1 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് കൊപ്പത്തെ ഇത്തവണ തേടിയെത്തിയത്. കഴിഞ്ഞ തവണയും ഈ പുരസ്കാരം കൊപ്പത്തിന് ലഭിച്ചിരുന്നു. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ശുചിത്വ പരിപാലനവും രോഗികൾക്ക് മികച്ച സേവനവും ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടപ്പാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പുരസ്കാര മാനദണ്ഡത്തിൽ 74% മാർക്കാണ് ഇത്തവണ ആശുപത്രി നേടിയത്. കഴിഞ്ഞ തവണ ഇത് 70%. ദേശീയ തലത്തിൽ ആശുപത്രിയുടെ ഗുണനിലവാരം, രോഗികൾക്ക് നൽകുന്ന സേവനങ്ങളും വിലയിരുത്തുന്ന ദേശീയ പുരസ്കാര നിർണയത്തിലും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലും മികച്ച നേട്ടം കരസ്ഥമാക്കാനാവുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ആശുപത്രി ജീവനക്കാർ. നവീകരണം കാത്ത് കൊപ്പം പഞ്ചായത്തിലെ പ്രഭാപുരം വടക്കുമുറി എരങ്ങോട്ടുകുളം. സംസ്ഥാന സർക്കാർ കുളത്തിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. കൊപ്പം പഞ്ചായത്തിലെ പ്രഭാപുരം വടക്കുമുറി പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് എരങ്ങാട്ടുകുളം. ഏറെക്കാലമായി ശോച്യാവസ്ഥയിലാണ് ഈ കുളം. 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന കുളം നവീകരിച്ചിട്ടും വർഷങ്ങൾ ഏറെയായി. കുളത്തിൽ പായൽ മൂടി കിടക്കുകയാണ്. പലപ്പോഴും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ പായൽ നീക്കം ചെയ്യാറ്. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ 1.5 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുളം 4 പതിറ്റാണ്ട് മുമ്പാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനസംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കി പ്രദേശവാസികൾക്ക് ഉപയോഗപ്രദമാക്കിയത്. എന്നാൽ പിന്നീട് കാര്യമായ നവീകരണ പ്രവൃത്തികളൊന്നും കുളത്തിൽ നടപ്പാക്കിയിട്ടില്ല. ഇപ്പോഴും പ്രദേശവാസികൾ കുളിക്കാനും അലക്കാനുമായി ഈ കുളത്തെ ഉപയോഗിക്കുന്നുണ്ട്. വിളയൂർ, മണ്ണേങ്കോട് പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കുവാനും ഈ കുളത്തിലൂടെ സാധിക്കും. ഇതിനാവശ്യമായ നവീകരണ പ്രവൃത്തികൾ കുളത്തിൽ നടപ്പാക്കാനുണ്ട്. കുളത്തിന്റെ നവീകരണത്തിനായി സംസ്ഥാന ബജറ്റിൽ നിന്നും തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ചെറുകിട ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലാവും നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുക. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതായാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത്. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും LSS, USS തുടങ്ങി മറ്റ് സ്കോളർഷിപ്പുകൾ നേടിയ കുട്ടികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കാമുക്കുട്ടി എടത്തോൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം പത്തിൽ അലി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് M. ഉമാശങ്കർ, സ്കൂൾ പ്രിൻസിപ്പൽ NB ഷെൽജ, SMC ചെയർമാൻ PM മോഹൻദാസ്, SMDC ചെയർപേഴ്സൺ MV സിദ്ദീഖ്, PTA വൈസ് പ്രസിഡന്റ് അഷ്റഫ് അലി, SMC വൈസ് പ്രസിഡന്റ് OS ഉണ്ണികൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി ജിജി, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. 130 ഗുണഭോക്താക്കൾ സംഗമത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. എക്കാലത്തെയും സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹവും ആയിട്ടുള്ള പദ്ധതികളിലൊന്നാണ് വീടില്ലാത്തവനൊരു വീട്, ഭൂമിയില്ലാത്തവനൊരു ഭൂമി എന്നുള്ള നിലക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നത്. അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതികൾക്കകത്തെല്ലാം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ PMAയുമായി ബന്ധപ്പെട്ട് വീട് ലഭ്യമാകേണ്ട ആളുകൾക്ക് വേണ്ട ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു പോയിട്ടുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായി നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഓരോ വ്യക്തികൾക്കും പലർക്കും നമ്മൾ എഗ്രിമെന്റ് വെച്ചിരുന്നു. ഓരോ ഘട്ടങ്ങൾ ആയി ഫണ്ട് കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായി ഇതിന് മുമ്പ് 100ഓളം ജനറൽ വീടുകളുള്ള ആളുകളെ, ലിസ്റ്റുകളിലുള്ള ആളുകളെ നമ്മൾ വിളിച്ചു വരുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് വെച്ചിരുന്നു. അതിൽ ഏകദേശം 50-ൽ പരം വീടുകൾ, 53ഓളം അല്ലെങ്കിൽ 53ഓളം വീടുകൾ നമ്മളിപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി 53ഓളം വീടുകളുടെ പണി പൂർത്തീകരിച്ച് അതിനകത്ത് താമസം തുടങ്ങുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. ഈ ഘട്ടത്തിലെല്ലാം നിങ്ങളിൽ പലരും, ഞങ്ങളൊക്കെ പരിചിതരായ പല മുഖങ്ങളും പലരും നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് നിങ്ങളുടെ മെമ്പറോട് പലരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇതാണ് ഞങ്ങളെ എന്നാ വിളിക്കുക.
വീടില്ലാത്തവരുടെ പ്രയാസം മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുവാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതി ത്വരിതഗതിയിൽ നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് സൂചിപ്പിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CK ബാബു അധ്യക്ഷനായിരുന്നു. VO രശ്മി, ഭരണസമിതി അംഗങ്ങളായ ബിന്ദു സന്തോഷ്, CK സിദ്ദീഖ്, പറക്കാട് റഫീഖ്, അരിഗോവിന്ദൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ AK ദേവദാസ്, P സന്തോഷ്, സെക്രട്ടറി നൌഫൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചായത്തിൽ 399 പേരുടെ ലിസ്റ്റിൽ 314ഓളം പേർക്കാണ് വീടിനായി അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ചാലിശ്ശേരി പട്ടിശ്ശേരിയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുണ്ടത്തുവളപ്പിൽ 49 വയസ്സുള്ള രാജേഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തെ വയലിനോട് ചേർന്നുള്ള തുരുത്തിലെ മാവിൽ തൂങ്ങിയ നിലയിൽ ഭാര്യ ശോഭയാണ് രാജേഷിനെ കാണുന്നത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയവർ ശരീരം മരത്തിന് മുകളിൽ നിന്നും താഴെ ഇറക്കി. ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടിശ്ശേരി പ്രദേശത്തെ തുടർച്ചയായുള്ള രണ്ടാം തൂങ്ങി മരണമാണ് രാജേഷിൻ്റേത്. കഴിഞ്ഞ ദിവസം പടിഞ്ഞാറെ പട്ടിശ്ശേരിയിൽ ബസ് കണ്ടക്ടറായ 38-കാരൻ ശ്രീരാഗ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.